1997 പുറത്തിറങ്ങിയ ഹോളിവുഡ് സിനിമയായ ബ്രേക്ക് ഡൗൺ എന്ന സിനിമയെ ആസ്പദമാക്കി മകിഴ് തിരുമേനി രചനയും സംവിധാനവും നിർവഹിച്ച് അജിത് കുമാറിനെ നായകനാക്കി ലോകമെമ്പാടും ഇന്ന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് വിടാമുയർച്ചി. സിനിമയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സിനിമയുടെ കഥ നടക്കുന്നത് അസർബൈജാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. സിനിമ മൊത്തത്തിൽ അവിടെ തന്നെയാണ് കഥ പറയുന്നത്. അജിത്തിന്റെ ഇൻട്രോ ഒക്കെ ഒരു യൂഷ്വൽ ഇൻട്രോയാണ്, ഒരു സാധാരണ രീതിയിലുള്ള ഇൻട്രോയാണ്. ഒരു ഇൻട്രോ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാർ സിനിമകളിലൊക്കെ ഭയങ്കര മാസമായിട്ടൊക്കെ ആയിരിക്കും നായകന്മാരെ കാണിക്കുന്നത്. എസ്പെഷ്യലി തമിഴ് സിനിമയിൽ ഇതിൽ അങ്ങനെ തോന്നിയില്ല. തുടക്കം അടിപൊളിയായിട്ടാണ് തോന്നിയത്. അർജുനും കയലും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്കൊരു യാത്ര ചെയ്യേണ്ടി വരികയും അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് വിടാമുയർച്ചി എന്ന് പറയുന്ന സിനിമ സംസാരിക്കുന്നത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സിനിമ വർക്കൗട്ട് ആയില്ല എന്ന് വേണം പറയാൻ. അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ സിനിമ എനിക്ക് ഭയങ്കര ബോറായിട്ടാണ് ഫീൽ ചെയ്തത്. സിനിമ ഭയങ്കരമായിട്ട് ലാഗ് അനുഭവപ്പെട്ടു. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് ഇരുന്ന ചില ആൾക്കാരൊക്കെ ഉറങ്ങുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ സ്ക്രിപ്റ്റിൽ മകിഴ് തിരുമേനിക്ക് പോരായ്മകൾ സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമ കാണാനായിട്ടുള്ള പ്രധാന റീസൺ അദ്ദേഹം ഇതിനു മുൻപ് ചെയ്തേക്കുന്ന മകിഴ് തിരുമേനി എന്ന സംവിധായകൻ ഇതിനു മുൻപ് ചെയ്തേക്കുന്ന 2 സിനിമകളാണ്. ഒന്ന് തടയിറത്താക്ക, 2 തടം. ഈ 2 സിനിമകളാണ് എന്നെ ഈ സിനിമ കാണാനായിട്ട് ഭയങ്കരമായിട്ടും പ്രതീക്ഷ എനിക്ക് തന്നത്. 2 സിനിമകളും കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കിയോ, കിടിലൻ പടമാണ്. പക്ഷെ ഇവിടെ സിനിമയിലേക്ക് വരാൻ നേരത്ത് ഫസ്റ്റ് ഹാഫിൽ ഇവർ കഥ പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. പക്ഷെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ത്രില്ലർ മൂഡിലാണ് സിനിമ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന്, അല്ലെ എന്താണ് ഈ നടക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ടുള്ള ആകാംക്ഷ ഉണ്ടെങ്കിൽ പോലും സിനിമ കഥ പറയുന്ന രീതി ഭയങ്കര സ്ലോ ആണ്. ഭയങ്കര സ്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് കഥ പറയുന്നത്. അതെനിക്കൊരു കല്ലുകടിയായിട്ട് തോന്നി. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒരു വിധത്തിലൊക്കെ കഴിഞ്ഞു പോയി. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴാണ് സിനിമ കുറച്ചെങ്കിലും എൻഗേജിങ് ആയിട്ട് തോന്നിയത്. പക്ഷെ ആ ഫസ്റ്റ് ഹാഫിലെ ആ ബോറടി സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ചില മാസ് സീൻ അല്ലെ ഗൂസ് ബം സീൻസ് ഒക്കെ വരുമെങ്കിലും അതിന്റെ ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു. എനിക്ക് പേഴ്സണലി കിട്ടിയില്ല. തിയേറ്ററിൽ ഇരുന്ന ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം ഒരുമാതിരി ഉറങ്ങിയത് പോണൊക്കെയാണ് ഇരുന്നത്. ഇനിയിപ്പോൾ 7 മണിയുടെ ഷോയൊക്കെ ആയതുകൊണ്ടാണോ എന്നറിയില്ല. വളരെ കുറച്ച് ആൾക്കാരൊക്കെ മാത്രമായിരുന്നു ഉറങ്ങിയത്. പക്ഷേ സിനിമ പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാണ് എന്തെങ്കിലും കുറച്ചൊരു ആക്ഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിനിമ കുറച്ച് ഫാസ്റ്റായിട്ട് വരുന്നത്. അപ്പോഴത്തേക്കും സിനിമ ഓൾറെഡി ആളുകൾക്ക് നല്ല രീതിയിൽ ബോറടിച്ച് തുടങ്ങിയായിരുന്നു. സിനിമയിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്ന് അസർബൈജാൻ എന്ന് പറയുന്ന ആ സ്ഥലത്തെ എടുത്തു വച്ചേക്കുന്ന രീതി, വിഷ്വൽസ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ കിടിലമാണ്. കുറച്ച് ഡ്രോൺ ഷോട്ടൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് തോന്നി. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലം. അത് ക്യാമറയിൽ കണ്ടപ്പോൾ ഭയങ്കര ഒരു രസമായിട്ട് തോന്നി. ഒന്ന് തോന്നിയത് സിനിമയുടെ ഷോട്ട്സ് ആണ്. പിന്നെ സിനിമയുടെ മേക്കിംഗ് ഒരു രക്ഷയില്ലായിരുന്നു, കിടിലമാണ്. ഒരിക്കലും ഒരു തമിഴ് സിനിമ കണ്ട ഫീൽ എനിക്ക് തോന്നിയില്ല. ഒരു ഹോളിവുഡ് സിനിമ കണ്ട ഫീൽ തന്നെയാണ് തോന്നിയത്. അത് എനിക്ക് ഭയങ്കര മേക്കിംഗ് വൈസ് സിനിമ അടിപൊളിയായിരുന്നു. ടെക്നിക്കൽ സൈഡ് മൊത്തത്തിലെല്ലാം നന്നായിരുന്നു. അതുപോലെ തന്നെ മ്യൂസിക് ആൻഡ് BGM ചെയ്തേക്കുന്ന അനിരുദ്ധാണ്, അടിപൊളിയായിരുന്നു. ഒരു പാട്ടൊക്കെ ഉണ്ട്, ഒരു ഇൻട്രൊഡക്ഷൻ സോങ് ഒക്കെ ഉണ്ട്, അടിപൊളിയായിരുന്നു. അത് ഓൾറെഡി ഹിറ്റായ പാട്ട് തന്നെയാണ്. പിന്നെ സിനിമയുടെ എഡിറ്റിങ്ങും വളരെ മികച്ചതായിരുന്നു. എനിക്ക് സിനിമയിലെ ഏറ്റവും മികച്ചതായിട്ട് തോന്നിയത് സിനിമാറ്റോഗ്രാഫിയാണ്. ഒരു രക്ഷയില്ലായിരുന്നു. സിനിമയുടെ വിഷ്വൽസ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസുകളിലേക്ക് വന്നാലും പോസിറ്റീവ് എന്ന് തോന്നിയത് റിജിന കസാൻഡ്ര എന്ന് പറയുന്ന നടി അടിപൊളിയായിട്ട് അവർ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അർജുന്റെ ലുക്കും സ്വാഗൊക്കെ അടിപൊളിയായിരുന്നു. തൃഷയും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അജിത്തിലേക്ക് വരാൻ നേരത്ത് എസ്പെഷ്യലി സെന്റിമെന്റ് സീനൊക്കെ എനിക്ക് ഭയങ്കര കുറച്ച് ഓവറായിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്കത് നാച്ചുറലായിട്ട് തോന്നിയില്ല. ഇനി എനിക്ക് മാത്രം തോന്നിയാണോ എന്ന് അറിയത്തില്ല. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആക്ഷനിലേക്ക് വന്നാലും ശരിക്കും തമിഴ് സിനിമ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ സിനിമകളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ആക്ഷൻസ് എന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഹൈ സാധനങ്ങളായിരിക്കും. പക്ഷെ എനിക്ക് ആകെ ഒരു കാർ ഫൈറ്റ് ഉണ്ട്, കാറിനകത്തുള്ളൊരു ഫൈറ്റ് ഉണ്ട്. ആ ഒരു ഫൈറ്റ് ഒഴിച്ചാൽ എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അർജുനെ പോണൊക്കെ ഒരു കിടിലം നടനെ കൈ കിട്ടിയിട്ട് അദ്ദേഹത്തിന് ചെയ്യാനും മാത്രം സ്ക്രിപ്റ്റിൽ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. തൃഷ അതുപോലെ തന്നെ. തൃഷ അത്യാവശ്യം നല്ലൊരു നടി തന്നെയാണ്. പക്ഷെ പുള്ളിക്കാരിക്ക് ഒരുപാട് പെർഫോം ചെയ്യാനായിട്ടൊന്നുമില്ല. ഒരു 90% അജിത്തിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് കഥ പോകുന്നത്.
പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ പുള്ളിയുടെ പെർഫോമൻസ് ഒന്നും എനിക്ക് അത്ര മികച്ചതായിട്ട് തോന്നിയില്ല. സിനിമ ഒരു ഡിഫറെന്റ് അറ്റംപ്റ്റ് ആണ്. നമ്മൾ ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ യൂഷ്വൽ ആയിട്ട് കാണുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് അല്ല. എന്നിരുന്നാലും സ്ക്രിപ്റ്റിൽ നല്ല പോരായ്മകൾ സംഭവിച്ചു എന്നതാണ് സത്യം. ഒരു എന്താ പറയണ്ട, ഭയങ്കര ബോറ് സിനിമ എന്നല്ല ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ നല്ലതായതുകൊണ്ട്, കുറച്ചുകൂടെ ബെറ്റർ ആയതുകൊണ്ട് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തോട്ട് എനിക്ക് സിനിമ ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല. സിനിമ കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കാണാത്തവരായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമയൊന്ന് കണ്ടു നോക്കുക. എനിക്ക് ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ മാത്രമാണ് സിനിമ തോന്നിയത്. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ ഗുഡ് ബൈ.